ഒരു ടേബിൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം. വളരെ ബേസിക് ആണ്. അറിയാത്തവർ വീഡിയോ തുടർന്ന് കാണുക. സപ്പോസ് നമുക്ക് എംപ്ലോയി എന്നൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്യണം. വേണ്ട കോളംസ് എംപ്ലോയി നമ്പർ, ഷോർട്ടായി EMPNO, ദെൻ EMP നെയിം ആൻഡ് ലാസ്റ്റ് കോളം ജോബ്. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ടേബിൾ ക്രിയേറ്റ് ചെയ്യാനുള്ള സിൻറ്റാക്സ് പഠിക്കുക. ഇനി എംപ്ലോയി ടേബിൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം. ക്രിയേറ്റ് ടേബിൾ, ടേബിൾ നെയിം. ഇവിടെ ടേബിൾ നെയിം എന്നുള്ളത് എംപ്ലോയി ആണ്. സോ ക്രിയേറ്റ് ടേബിൾ എംപ്ലോയി, ദെൻ ഓപ്പൺ ബ്രാക്കറ്റ്. പിന്നീട് ആവശ്യമുള്ള കോളംസും അവയുടെ ഡാറ്റ ടൈപ്സും ഡിഫൈൻ ചെയ്യുക. ഇവിടെ EMP_NO നമ്പറാണ് ഡാറ്റ ടൈപ്പ്. EMP_നെയിം varchar 2 ഓഫ് 100. ഞാൻ സൈസ് 100 ആണ് കൊടുക്കുന്നത്. ജോബും ഞാൻ varchar 2 ഓഫ് 50 ആണ് നൽകുന്നത്. അവസാന കോളം കഴിഞ്ഞാൽ കോമയുടെ ആവശ്യമില്ല. ക്ലോസ് ദ ബ്രാക്കറ്റ്, ദെൻ സെമിക്കോളൻ. ഇനി ഇത് എക്സിക്യൂട്ട് ചെയ്യുക. ടേബിൾ എംപ്ലോയി ക്രിയേറ്റഡ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മെസ്സേജ് കാണാം. ഇനി ടേബിൾ ക്രിയേറ്റ് ചെയ്തതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് യൂസർ ടേബിൾസ് എന്ന ടേബിളിൽ പോയി ചെക്ക് ചെയ്യാവുന്നതാണ്. സെലക്ട് സ്റ്റാർ ഫ്രം എംപ്ലോയീസ് എന്ന് ക്വറി ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ടേബിൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയാനായിട്ട് സാധിക്കും. പക്ഷേ നമ്മൾ ഇതുവരെ ഡാറ്റയൊന്നും ഇൻസേർട്ട് ചെയ്തതുകൊണ്ട് ഡാറ്റയൊന്നും ഉണ്ടായിരിക്കത്തില്ല. ഈ ടേബിളിൽ പ്രൈമറി കീ കൺസ്ട്രെയിൻറ്റോ വേറൊരു കൺസ്ട്രെയിൻറ്റോ ഒന്നും തന്നെ ഡിഫൈൻ ചെയ്തിട്ടില്ല. അത് മറ്റൊരു വീഡിയോയിൽ പറയാം. അതുപോലെ ക്രിയേറ്റ് ചെയ്ത ടേബിളിൽ എങ്ങനെ ഡാറ്റ ഇൻസേർട്ട് ചെയ്യാമെന്നും മറ്റൊരു വീഡിയോയിൽ പറയാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.